നല്ല ദിവസം തന്ന യേശുവിന് പ്രത്യേകം നന്ദി. നമ്മുടെ ഓരോ ദിവസത്തെയും ആനന്ദമാക്കുന്നത് കർത്താവാണ്. യെശയ്യാവ് പറയുന്നു, വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ രട്ടഴിച്ച് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്ന, രട്ടെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ, ബൈബിളിൽ പഴയ നിയമത്തിൽ വളരെ സങ്കടങ്ങൾ വരുമ്പോൾ, വലിയ അനർത്ഥങ്ങൾ വരുമ്പോൾ അവർ ചാക്കുടുത്തുകൊണ്ട്, അവരുടെ നല്ല വസ്ത്രം മാറ്റിവെച്ച് ചാക്കുടുത്തുകൊണ്ട് ചാരത്തിലിരിക്കും. നിനവേ പട്ടണത്തിൽ നിനവേ നിവാസികൾ യോനയുടെ പ്രസംഗം കേട്ടിട്ട് അവർ പേടിച്ചിട്ട് ചാക്കൊടുത്ത് രാജാവ് ഉൾപ്പെടെ മൃഗങ്ങൾ ഉൾപ്പെടെ ചാരത്തിലിരുന്നു. ദൈവം അവർക്ക് ഉത്സവ വസ്ത്രം കൊടുത്തു. അതായത് ആ 40 ദിവസത്തിനുള്ളിൽ നിനവേ പട്ടണം നശിക്കുമെന്ന് പറഞ്ഞു. നശിച്ചില്ല. അവർക്ക് വീണ്ടും ദൈവ ആയുസ്സും അനുഗ്രഹവും കൊടുത്തു. സോദോം ഗൊമേറയിൽ തീ വീണ് ചാമ്പലായിപ്പോയി. എന്നാൽ നിനവയിലുള്ളവർ മാനസാന്തരപ്പെട്ടപ്പോൾ അവർക്ക് വിടുതലായി. അതുകൊണ്ട് യേശു പറഞ്ഞു, യോനയുടെ പ്രസംഗത്തിൽ ഒരു രാജ്യം മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയിലും വലിയവൻ. യോന മുഖാന്തരം ഒരു രാജ്യം മാനസാന്തരപ്പെട്ടെങ്കിൽ യേശു പറയുകയാണ്, ഞാൻ മുഖാന്തരം സകല ഭൂസീമാവാസികളും ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം എന്നെ നൽകാൻ ഈ ലോകത്തെ നിങ്ങളെ സ്നേഹിച്ചു. അതാണ് യേശുവിനെ പറയാനുള്ള ഒരു കാര്യം. അതായത് സുവിശേഷത്തിൻ്റെ ശക്തി, സുവിശേഷത്തിൻ്റെ സാധ്യത. അതുകൊണ്ട് ഈ സുവിശേഷം നമുക്ക് എല്ലാവരോടും പറയണം. കർത്താവിൻ്റെ വചനം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണം. ഈ അനന്തമായ സാധ്യതകളിലൂടെ ജനങ്ങളെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് കയറ്റുവാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold. My heart's one
അപ്പോസ്തല പ്രവർത്തികളിൽ 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം നമ്മൾ കഴിഞ്ഞ് 2 ദിവസം വായിച്ചു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗം തുടരുന്ന കൂട്ടത്തിൽ പഴയ നിയമത്തിലെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനത്തിലെ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് താൻ ചില കാര്യങ്ങൾ തെളിയിക്കുകയാണ്. അതായത് ദാവീദ് പറഞ്ഞ കാര്യം, ആ കാര്യം യേശുവിനെ കുറിച്ചാണെന്നും ദാവീദിനെ കുറിച്ചല്ലെന്നും തെളിയിക്കാൻ വേണ്ടി ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നത് ദാവീദിനെ കുറിച്ചാണ് ദാവീദ് പറയുന്നത്. അല്ല, യേശുവിനെ കുറിച്ചാണെന്ന് തെളിയിക്കാൻ വേണ്ടി പത്രോസ് എടുത്തു പറയുന്ന വാക്യമാണ് 25-ാം വാക്യം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. 27-ാം വാക്യം. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ. എന്നിട്ട് പത്രോസ് ദാവീദിന്റെ ചരിത്രം പറയുകയാണ്. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം. അവൻ്റെ കല്ലറ ഇന്നുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. അതായത് ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, പിന്നെ പൊങ്ങിയിട്ടില്ല, അവിടെ കിടക്കുക. അബ്രഹാം മരിച്ചു, അടക്കപ്പെട്ടു, അവിടെ കിടപ്പുണ്ട്. നമ്മുടെ പിതാക്കന്മാരെല്ലാം മരിച്ചു, അടക്കപ്പെട്ടു, പൊങ്ങിയിട്ടില്ല. പിന്നെ എന്തിനാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കത്തില്ല. ദ്രവത്വം എന്ന് പറഞ്ഞാൽ ജീർണിക്കുന്നു, ശരീരം ചീഞ്ഞ് ദ്രവിച്ച് മണ്ണോട് ചേരുന്നു. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കില്ല. ദാവീദ് ആരെക്കുറിച്ചാണ്? യേശു ജനിക്കുന്നതിന് 700-800 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത്. അപ്പൊ സങ്കീർത്തനത്തിലെ പല സങ്കീർത്തനങ്ങളും പ്രവചന സങ്കീർത്തനങ്ങളാണ്. ദാവീദിന്റെ പാട്ടിൽ മുഴുവൻ പ്രവചനമാണ്. ഇത് കേൾക്കുന്ന പലരും അറിയണം, നമ്മൾ നമ്മുടെ സഭയിൽ പാടുന്ന പല പാട്ടുകളും പ്രവചനമാണ്. ഒരുപക്ഷെ ഒരു പ്രസംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാത്തത് രാവിലത്തെ ആരാധനയിലെ ഒരു പാട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ആരാധന ഗീതങ്ങളാണ്. തക്ക സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയോടെ പാടുന്ന ആ പാട്ട്, അതൊരു പ്രവചനമാണ്. ഇതൊന്നും അറിയാതെ ആൾക്കാർ പാട്ടും ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗം കേൾക്കാൻ വരും. പാട്ടുകൾ പോലും പ്രവചനമാണ്. ചില പാട്ടുകൾ നിന്നോടുള്ള ദൂതാണ്. ഇതാ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ദാവീദ് പറയണം, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. 700-800 വർഷങ്ങൾക്ക് അപ്പുറം നടക്കാൻ പോകുന്ന സമ്പത്തെക്കുറിച്ചുള്ള പ്രവചനമാണ് ആ പാട്ട്. നല്ല ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിച്ച് കിന്നരം വായിച്ച് ദാവീദ് കൊട്ടാരത്തിൽ സംഗീത സദസ്സിനെ വെച്ച് ചിട്ടപ്പെടുത്തിയ രാഗങ്ങളിൽപ്പെട്ട പല പാട്ടുകളും പ്രവചനമായിരുന്നെന്ന് യേശുക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ് എല്ലാവർക്കും മനസ്സിലായത്. ചിലർക്കറിയാമായിരുന്നു, ഇപ്പോൾ മീൻപിടുത്തക്കാരനായ പത്രോസിന് വരെ അറിയാം. അപ്പോൾ നമ്മൾ അറിയണം, നമ്മൾ പാടുന്നതും നമ്മൾ പറയുന്നതൊക്കെ പ്രോഫസികൾ, പ്രോഫറ്റിക്കൽ സോങ്ങുകൾ, പ്രോഫറ്റിക്കൽ മ്യൂസിക്. ഇതാ ദാവീദ് അതാണ് ചെയ്തത്. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ദാവീദ് മരിച്ചു, അവന്റെ കല്ലറ ഇന്ന് വരെ ഇവിടെയുണ്ടല്ലോ. 30-ാം വാക്യം. എന്നാൽ അവൻ പ്രവാചകനാകയാൽ ദൈവം തന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് തന്നിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചറിഞ്ഞിട്ട് പറഞ്ഞതാണ്. എൻ്റെ സിംഹാസനത്തിൽ ഒരുവൻ വരും,
അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിൽ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തും. ദാവീദിന്റെ കൂടാരം വീണുപോയി, രാജാക്കന്മാരെല്ലാം ഇല്ലാതെയായി. ദാവീദിന്റെ പുത്രനായ ജോസഫ് ആശാരിപ്പണിക്കാരനായി. ആ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആള് ഇപ്പൊ കോഴിക്കൂട് പണിയാൻ, വീടിന്റെ മേൽക്കൂര പണിയാൻ പലരുടെ വീടിന്റെ മുകളിൽ ഇരിക്കുകയാണ്. സിംഹാസനത്തിൽ ഇരിക്കേണ്ടവൻ കൊരണ്ടിപ്പലക ഉണ്ടാക്കി നാട്ടുകാർക്ക് കട്ടിലുണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. അധപ്പതനമാണ് കാണുന്നത്. എന്നാൽ ആ വീട്ടിൽ വന്ന് ദാവീദിന്റെ പുത്രനായ ജോസഫിന്റെ മകനായി ജനിച്ചിട്ട് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തിയവനാണ് നമ്മുടെ കർത്താവ്. നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിന്റെ വീഴ്ചകളെ എല്ലാം ഉയർച്ചകളാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് യേശു എന്ന് അറിയണം. നിന്റെ താഴ്ചകളെ ഉയർച്ചയാക്കും, നിന്റെ നിന്ദകളെ മാന്യതയാക്കും, നിന്റെ പരാജയങ്ങളെ വിജയമാക്കും. രാജാക്കന്മാർ, ദാവീദിന്റെ കുടുംബത്തിലുള്ള യഹൂദ രാജാക്കന്മാരുടെ പരാജയത്തെ മുഴുവനും ഒരുവൻ കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിജയമാക്കി മാറ്റി. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ ഇറങ്ങി വന്നിട്ട് മറിയോട് പറയുകയാണ്, നീ ഒരു മകനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവിലാണ് അവൻ ജനിക്കുന്നത്, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരുടെയും ഭരണത്തിനൊരു അവസാനമുണ്ട്, മരണം കൊണ്ട്. എന്നാൽ ഇവൻ മരിച്ചിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഭരിക്കും. രാജാതി രാജാവ്, ദേവാദിദേവൻ, അൽഫയും ഒമേഗയുമായവൻ യേശു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴിതാ ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് മത്തായിയുടെ സുവിശേഷം 28:17 മുതൽ വായിക്കുമ്പോൾ യേശു പറയണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എൻ്റെ കയ്യിലാണ്, മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. ഇനി ആരും മരിക്കണം, ആരും മരിക്കരുതെന്ന് തീരുമാനിക്കുന്ന ഞാനാണ്. അതിനു മുമ്പ് വരെ പിശാച് തീരുമാനിച്ചെങ്കിൽ ഇനി ആര് മരിക്കണം, ആര് മരിക്കരുതെന്ന് എനിക്ക് തീരുമാനിക്കാം. മരണത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. പാതാളത്തിലേക്ക് ആര് പോകണം, ആര് പോകരുതെന്ന് ഇനി തീരുമാനിക്കുന്നത് പിശാചല്ല, ഞാനാണ്. അതിൻ്റെ അർത്ഥം അതാണ്. അതിനു മുമ്പ് ആര് മരിക്കണം, ആര് പാതാളത്തിലേക്ക് നരകത്തിലേക്ക് പോകണമെന്ന് പിശാചിന് വരെ തീരുമാനിക്കാമായി. ഇനി അത് നടക്കത്തില്ല. ഇതെല്ലാം യേശുവിൻ്റെ കയ്യിൽ. യേശു പറയാണ്, സകല അധികാരം എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകല രാജ്യങ്ങളെയും ശിഷ്യരാക്ക്. സകല മനുഷ്യരെ അല്ല, രാജ്യങ്ങളെ മൊത്തം രാജ്യമായിട്ട് സ്നാനപ്പെടുത്തും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മർക്കോസ് 16:17-18 മുതൽ ചേർത്ത് വായിച്ചാൽ, ഒടുവിൽ വരെ വായിച്ചാൽ, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. എന്താണ് ദാവീദ് പറഞ്ഞത്? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല. ദാവീദ് പറഞ്ഞത് ദാവീദിനെ കുറിച്ചല്ല. ദാവീദിന്റെ കല്ലറ ഇന്ന് വരെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് പത്രോസ് പറയുന്നു. പത്രോസ് പറയുകയാണ്, ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. 31 വാക്യം കൂടി ചേർത്ത് വായിച്ചാൽ, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു. ദാവീദ് കണ്ടു യേശുവിന്റെ ക്രൂശ് മരണവും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ആത്മാവിൽ കണ്ട ഒരു പ്രവാചകനും ഒരു രാജാവും
ഒരാരാധന വീരനും ദൈവത്തിൻ്റെ പാട്ടുകാരനും കിന്നര വായനയിൽ നിപുണനും യുദ്ധവീരനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ നിയമത്തിലെ ദാവീദ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. എവിടെ ഇട്ടാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. കിന്നരമാണോ? അത് റെഡി. യുദ്ധം ചെയ്യണോ? റെഡി. പാട്ട് പാടണോ? തയ്യാർ. നൃത്തം ചെയ്യണോ? റെഡിയാ. പുതിയ പാട്ടുകൾ എഴുതണോ? റെഡിയാ. സിംഹാസനത്തിലിരിക്കണോ? തയ്യാറാണ്. കുറ്റങ്ങൾ വന്നാൽ ദൈവസന്നിധിയിൽ വീഴും, വീണ്ടും മടങ്ങി വരും. ദൈവം പറഞ്ഞു, ഇങ്ങനെയുള്ളവരെ എനിക്ക്, എൻ്റെ ഹൃദയപ്രകാരം ഇങ്ങനെയുള്ളവരെ എനിക്ക് വേണം. കുറ്റങ്ങൾ ഉണ്ടാകുന്നത് അല്ല, ഉണ്ടായ കുറ്റങ്ങളിൽ നിന്ന് അനുദപിച്ച് തിരിച്ചു വരുന്നവർ, എവിടെ ഇട്ടാലും പ്രയോജനപ്പെടുന്നവർ, അവരെയാണ് ദാവീദിനെ പോലെയുള്ളവരെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സന്ദേശം കയറി വന്നത്. ദാവീദ് പറയുകയാണ്, മുൻപ് കൂട്ടി കണ്ട്. ദാവീദ് കൊട്ടാരത്തിൽ ഇരിക്കുമ്പോൾ സീരിയലും കണ്ടിരിക്കുകയല്ല, ദർശനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗീയമായ സംഭവിക്കാൻ പോകുന്ന ഭാവി കാലത്ത് ദൈവജനത്തിന്റെ നടുവിൽ നടക്കാൻ പോകുന്ന വലിയ കാര്യം കാണുകയാണ്. പഴയ നിയമത്തിലെ ജോസഫ് കണ്ടതിനേക്കാൾ വലിയതാണ് ദാവീദ് കാണുന്നത്. മശികായെ കുറിച്ച് കാണുകയാണ്. എത്ര ഭയങ്കര അത്ഭുതമാണ്, എത്ര വലിയ ദൈവപ്രവൃത്തി. ജോസഫ് എന്താ ചെയ്തത്? മാനവജാതി മുഴുവനും നശിച്ചു പോകാതെ ജീവൻ നിലനിർത്താൻ, ജീവൻ പിടിച്ചു നിർത്താൻ ജോസഫിനെ ദൈവം ഉപയോഗിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യർ മരിച്ചുപോയില്ല. പ്രളയം കഴിഞ്ഞു വന്ന ഏറ്റവും വലിയ ക്ഷാമം മരിച്ചു പോകാതെ നിന്നു. ജോസഫ് പാണ്ഡികശാല പണിതു. അഭിഷേകമുള്ളവൻ ഭരണത്തിൽ വന്നതുകൊണ്ട് മനുഷ്യർ മരിച്ചുപോയില്ല. കൃപയുള്ളവനും അഭിഷേകമുള്ളവനും കസേരകളിൽ വരണം, ഗവൺമെന്റ് അധികാരങ്ങളിൽ വരണം, രാഷ്ട്രീയ രംഗങ്ങളിൽ വരണം. മനുഷ്യർ നശിച്ചു പോകില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഡോക്ടർമാരാകണം, ഹോസ്പിറ്റലുകൾ ആരംഭിക്കണം. നല്ല ഹോസ്പിറ്റലുകൾ വന്നാൽ വലിയ മരണങ്ങൾ മാറിപ്പോകും. മാത്രമല്ല, ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയാത്തവർ കൈവച്ച് പ്രാർത്ഥിക്കും. ICUയിലും വെന്റിലേറ്ററിലും കയറി ഈ ഡോക്ടർമാർക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ വെളിയിൽ അകത്തോട്ട് പോലും കയറാതെ നിൽക്കുമ്പോൾ ഇവർക്ക് അവിടെ പോയി പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോക്ടേഴ്സായിട്ട്, നേഴ്സുമാരായിട്ട് ഇനി എഴുന്നേൽപ്പിക്കും. അഭിഷേകമുള്ള ഡോക്ടർമാർ, അഭിഷേകമുള്ള നേഴ്സുമാർ, അഭിഷേകമുള്ള IASകാർ, അഭിഷേകമുള്ള CA, അഭിഷേകമുള്ള എഞ്ചിനീയേഴ്സ്, അഭിഷേകമുള്ള രാഷ്ട്രീയക്കാർ, അഭിഷേകമുള്ള വ്യക്തികൾ എഴുന്നേറ്റ് വരണം. അഭിഷേകമുള്ള സിനിമ ഫീൽഡിലുള്ള നടന്മാർ എല്ലാം എഴുന്നേറ്റ് വരട്ടെ. ദാവീദിനെ പോലെ എവിടെയിട്ടാലും പ്രയോജനപ്പെടുന്നവർ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള. അതുകൊണ്ട് ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ നിവർത്തുവാൻ അതേ കുടുംബത്തിലേക്ക് യേശു വന്നു. ആ കൂടാരത്തെ നിവർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് തുടരും. അതുകൊണ്ട് ചില കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. എന്താണ്, ഇനി സമയമുണ്ട്. അരമണിക്കൂർ താഴെയാണ് ജീസസ് എവരിഡേ. നിങ്ങൾക്ക് അത് വളരെയധികം ഫലം കായ്ക്കും. നിങ്ങൾക്ക് അതിന് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് വളരെ 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 സൗഖ്യവും സമാധാനവും തരുന്ന ജീസസ് എവരിഡേ എന്ന പ്രോഗ്രാം നിങ്ങൾ ഒത്തിരി പേർക്ക് ഷെയർ ചെയ്യും. ഈ മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട ഓരോ വ്യക്തികളും എവിടെയെല്ലാം അവരുടെ കൂടാരങ്ങൾ വീണുപോയോ ആ കൂടാരങ്ങളെ നിവർത്തുന്ന യേശു അവരുടെ ജീവിതത്തിൽ വന്നിട്ട് വീണുപോയ ദാവീദിന്റെ കൂടാരം നിവർത്തിയതുപോലെ ഇവരുടെ വീണുപോയ കുടുംബത്തിന്റെ പ്രതാപത്തെ വീണ്ടും നിവർത്തട്ടെ. ഞാൻ അതിനെ അനുഗ്രഹിക്കും. ഈ വീടുകളെ അനുഗ്രഹിക്കും. ഇവരുടെ ജ്ഞാനം, ഇവരുടെ കൃപ എല്ലാം തിരിച്ചു പിടിക്കുവാൻ, വീണുപോയ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കുവാൻ ഈ മക്കൾക്ക് കൃപയുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ,
സമൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ചകൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ, പ്രമോഷനുകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുണ്ട്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:00 വരിക. ഒരുമിച്ച് കൂടുതൽ സമയം ദൈവവചനം കേൾക്കാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കരുത്. ഗോഡ് ബ്ലെസ് യു.